ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഏയ്. ഏയ്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേനൽ മഴയെ തുടർന്നുണ്ടായ കൊടുങ്കാറ്റിൽ രാജാക്കാട് പഞ്ചായത്തിലെ പന്നിയാർകുട്ടിയിൽ വ്യാപക നാശനഷ്ടം.
ജനവാസ മേഖലയിൽ കൊക്കോമരത്തിൽ കയറിക്കൂടിയ രാജവെമ്പാലയെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു. മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വിശദമായ വാർത്തകളിലേക്ക്. വേനൽ മഴയെ തുടർന്നുണ്ടായ കൊടുങ്കാറ്റിൽ രാജാക്കാട് പഞ്ചായത്തിലെ പന്നിയാർകുട്ടിയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ഇടിമിന്നലോടുകൂടി തുടങ്ങിയ വേനൽ മഴയെ തുടർന്നാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. വേനൽ മഴയെ തുടർന്നുണ്ടായ കൊടുങ്കാറ്റിൽ രാജാക്കാട് പഞ്ചായത്തിലെ പന്നിയാർകുട്ടിയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ഇടിമിന്നലോടുകൂടി തുടങ്ങിയ വേനൽ മഴയെ തുടർന്നാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പന്നിയാർകുട്ടി കൊള്ളിമല സെന്റ് മേരീസ് UP സ്കൂളിന്റെ 400ഓളം ഓടുകൾ കാറ്റിൽ പറന്നുപോയി. ഈ അടുത്ത കാലത്തും ഉണ്ടാകാത്ത തരത്തിൽ ഞാൻ ഇതുവരെ ഇത്ര വലിയൊരു കാറ്റും മഴയൊന്നും കണ്ടിട്ടില്ല. അത്ര ഭീകരമായ കാറ്റും. ഇവിടെ കിടന്നിരുന്ന കുറേ ഡെസ്കുകളും ബെഞ്ചുകളും കസേരകളും എല്ലാം കാറ്റ് പറപ്പിച്ചുകൊണ്ടുപോയി. കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സ്കൂളിന് അവധി കൊടുത്തതിനാൽ ശനിയാഴ്ച പ്രവൃത്തി ദിനമായിരുന്നു. ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ സമയത്തായിരുന്നു കൊടുങ്കാറ്റടിച്ചത്. ക്ലാസ് ഉണ്ടായിരുന്ന കെട്ടിടത്തിന്റെ സമീപത്തെ മുറിയുടെ ഓടാണ് പറത്തിക്കൊണ്ടുപോയത്. തിണ്ണയിലിട്ടിരുന്ന കസേരകളും ബെഞ്ചുകളും പറത്തിക്കൊണ്ടുപോയി. അധ്യാപകർ കുട്ടികളെ തൊട്ടടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റിയതിനാൽ ആളപായം ഉണ്ടായില്ല. പള്ളിക്ക് സമീപത്ത് താമസിക്കുന്ന വെട്ടുകാട്ടിൽ ആൻസിയുടെ വീടിന്റെ മുകളിൽ മാവൊടിഞ്ഞു വീണ് വീട് പൂർണ്ണമായി തകർന്നു. വീട്ടുപകരണങ്ങളും നശിച്ചു. ആരാധനാ മഠത്തിന്റെ പുരയിടത്തിലുണ്ടായിരുന്ന മാവ്, ജാതി, റബ്ബർ, ഞാവൽ എന്നിവയെല്ലാം ഒടിഞ്ഞു വീണ് നശിച്ചു. ഇന്ന് 1:30 മണിയോടുകൂടി വലിയ ഇടിമുഴക്കത്തോടു കൂടി കാറ്റ് സഹിതം വന്ന മഴ പന്നിയാർകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. നിറഞ്ഞ് പൂത്ത് കായ്ച്ചു നിന്ന ജാതികൾ നിരവധിയാണ് പറമ്പുകളിൽ ഒടിഞ്ഞു വീണിരിക്കുന്നത്. അതുപോലെ ആൻസി വെട്ടുകാട്ടിൽ എന്ന് പറയുന്ന ആളിൻ്റെ വീട് പൂർണ്ണമായും ഡാമേജായ സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. CBM മയിലാടൂരിൻ്റെ പറമ്പിലെ വ്യാപകമായ മരങ്ങൾ ഒടിഞ്ഞു വീണ് വീടിൻ്റെ മുറ്റം വീട്ടിലോട്ട് കയറാൻ കഴിയാത്ത തരത്തിൽ അതുപോലെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പന്നിയാർകുട്ടി കൊള്ളിമല സ്കൂളിൻ്റെ ഒരു 100-400ഓളം വരുന്ന ഓടുകൾ കാറ്റിൽ പറത്തിക്കളഞ്ഞിട്ടുണ്ട്. കുട്ടികളെ ആ സമയത്ത് അവിടെ നിന്ന് മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് വലിയ അപകടം ഉണ്ടാവാതിരുന്നത്. അതുപോലെ വ്യാപകമായ കൃഷിനാശമാണ് വന്നിരിക്കുന്നത്. CBM മയിലാടൂർ, ബോസ്കോ എംബ്രയിൽ, ജോസ്കോ എംബ്രയിൽ, ആന്റണി വെട്ടുകാട്ടിൽ, ഷിബു കുന്നുംപുറത്ത്, പ്രദീപ് പുത്തൻപുരയിൽ, ഷാജി അമ്പലത്തിങ്കൽ, രാജൻ കടുവാക്കുഴി, ബേബി കാഞ്ഞിരത്തിങ്കൽ, രാജൻ കതലക്കാട്ടിൽ, ആനി തോട്ടുങ്കൽ, ബിബിൻ മടത്തിക്കുന്നൽ എന്നിവരുടെ പുരയിടത്തിലുള്ള ജാതി, കൊക്കോ, റബ്ബർ, മാവ്, പ്ലാവ്, തെങ്ങ് എന്നിവ ഒടിഞ്ഞു വീണും കടപുഴകി വീണും ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. മരങ്ങൾ ഒടിഞ്ഞു വീണ വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. ഏലച്ചെടികളും മരച്ചില്ലകൾ വീണ് നശിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. ജനവാസ മേഖലയിൽ കൊക്കോമരത്തിൽ കയറിക്കൂടിയ രാജവെമ്പാലയെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു. മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ആനക്കുളം സെഷൻ പരിധിയിൽ വരുന്ന ശേവൽക്കുടി ട്രൈബൽ സെറ്റിൽമെന്റിലായിരുന്നു രാജവെമ്പാലയെ കണ്ടത്. പ്രദേശവാസികൾ വിവരമറിയിച്ചതോടെ രാജവെമ്പാലയെ പിടികൂടി നീക്കി. മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ആനക്കുളം സെക്ഷൻ പരിധിയിൽ വരുന്ന ശേവൽക്കുടി ട്രൈബൽ സെറ്റിൽമെന്റിലായിരുന്നു പ്രദേശവാസിയുടെ വീടിന് മുമ്പിലുള്ള കൊക്കോമരത്തിൽ രാജവെമ്പാല കയറിക്കൂടിയത്. 12 അടി നീളവും ഏകദേശം 15 കിലോ തൂക്കവുമുള്ള 5 വയസ്സിലധികം പ്രായം കണക്കാക്കുന്ന പെൺ രാജവെമ്പാലയാണ് കണ്ടെത്തിയത്. തുടർന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും സ്നേക്ക് റെസ്ക്യൂവറുമായ PS മധുകുമാറിൻ്റെയും കടലാർ RRT ടീമിൻ്റെയും നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. രാജവെമ്പാല കൊക്കോമരത്തിൽ കയറിക്കൂടിയതോടെ വ്യാഴാഴ്ച ഉച്ച മുതൽ ട്രൈബൽ കോളനി നിവാസികൾ ഭയപ്പാടിലായിരുന്നു. പാമ്പിനെ പിടികൂടി നീക്കിയതോടെ ഇവരുടെ ഭീതി ഒഴിഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രദേശത്തെ പൊതുജല സ്രോതസ്സിൽ നിന്നാണ് കുടിവെള്ളം എത്തിക്കാൻ കുടുംബങ്ങൾക്ക് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിന്നും കാര്യക്ഷമമായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നും വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വേണമെന്നുമാണ് കുടുംബങ്ങളുടെ ആവശ്യം. വേനൽ കനത്തതോടെ മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ക്രമീകരിച്ച പൊതുജല സ്രോതസ്സിൽ നിന്നാണ് കുടുംബങ്ങൾക്കിവിടെ കുടിവെള്ളം മുമ്പ് ലഭ്യമായിരുന്നത്. ഈ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും കുടുംബങ്ങൾ ഹോസുകളും പൈപ്പുകളും സ്ഥാപിച്ച് വെള്ളം എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ നിലവിൽ എല്ലാ കുടുംബങ്ങൾക്കും ഒരേപോലെ ഇവിടെ നിന്നും കുടിവെള്ളം ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി. കുടിക്കുന്നതൊക്കെ
தண்ணி கிடையாது. நாங்கள் இந்த எதுவும் இந்த தண்ணியை வாரதில் திணி பிடிச்சாங்க நாங்கள் பரிமாறிக்கிட்டு இருக்கோம். ஒரு வீட்டுக்கு அந்த வீட்டில எல்லாம் 5 பேர் குளிக்கணும் வைக்கணும். தண்ணி இருக்கா போகிறதுக்கு? தண்ணி மழை வந்தால் அங்கே பெரிய கிடக்கு. பாலவாடி பிள்ளைங்க எல்லாம் தான் போகுது அங்கனவாடிக்கு. பைக்குக போகுது, வண்டி அடிக்காங்க ராவும் போலும். അപ്പോൾ இந்த தண்ணி பெரிய കിടക്ക്. ഇതാ ഒരു ഉദവി ചെയ്യ വേണ്ടാമാ. ഈ പൊതു കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് ചെറിയ തുകയും കുടുംബങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. കുടിവെള്ള വിതരണം ക്രമീകരിക്കുന്നതിനായി ഒരു ജീവനക്കാരനെയും നിയമിച്ചിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും ഒരേപോലെ കാര്യക്ഷമമായ കുടിവെള്ളം ലഭിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. കേരള കോൺഗ്രസും ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മലയോര സംരക്ഷണ സദസ്സ് ഞായറാഴ്ച വൈകിട്ട് 4-ന് പൂപ്പാറയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 27-ന് ഡൽഹിയിൽ കേരള കോൺഗ്രസ് MLA-മാർ, പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MPയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ധർണയുടെ പ്രചരണാർത്ഥമാണ് മലയോര സംരക്ഷണ സദസ്സ് ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. ഈ വരുന്ന 27-ാം തീയതി രാജ്യ തലസ്ഥാനത്ത് നമ്മുടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പാർലമെൻ്ററി പാർട്ടി ലീഡർ, ഏറ്റവും ബഹുമാനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെയും MLA-മാരുടെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തപ്പെടുന്ന സമരത്തിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ 5 നിയോജകമണ്ഡലങ്ങളുടെയും ഓരോ പ്രദേശങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്ന സമരത്തിൻ്റെ ഭാഗമായി 23-ാം തീയതി രാവിലെ മൂന്നാറിലും വൈകിട്ട് 4 മണിക്ക് പൂപ്പാറയിലും വെച്ച് സമരപരിപാടികൾ നടക്കുകയാണ്. മലയോര സംരക്ഷണ സദസ്സ് എന്ന പേരിലാണ് പൂപ്പാറ പരിപാടി 23-ാം തീയതി നടക്കുന്നത്. അതായത് മലയോരങ്ങളിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വന്യമൃഗങ്ങളുടെ ശല്യം നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന കാര്യമല്ല. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. 1972 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് കൊണ്ടുവന്ന നിയമം ഇത്രയും വർഷങ്ങളായിട്ട്, ഈ 40-40 വർഷമായിട്ട് ഭേദഗതി ചെയ്യുവാൻ ഇതുവരെ ഒരു ഗവൺമെൻറ്റും തയ്യാറായിട്ടില്ല. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി പുളിയൻകുന്നേൽ അധ്യക്ഷത വഹിക്കുന്ന പൊതുസമ്മേളനം പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉദ്ഘാടനം ചെയ്യും. കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് റെജി കുന്നംകോട്ട് മുഖ്യപ്രഭാഷണം നടത്തും. ബാബു കക്കുഴി, ജോയി കിഴക്കേപ്പറമ്പിൽ, വർഗീസ് ആറ്റുപുറം, ഷാജി M മൂരോത്ത്, ബേബിച്ചൻ ചിന്താർമണി, വർഗീസ് നന്മനാലിൽ, വിപിൻ C അഗസ്റ്റിൻ, ബ്രീസ് ജോയ് മുല്ലൂർ എന്നിവർ പ്രസംഗിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം ജോയി കിഴക്കേപ്പറമ്പിൽ, വർഗീസ് ആറ്റുപുറം, രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷാജി വയലിൽ, സേനാപതി മണ്ഡലം പ്രസിഡന്റ് സണ്ണി ചെറുകുന്നത്ത്, യൂത്ത് ഫ്രണ്ട് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്രീസ് മുല്ലൂർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജാക്കാട് പഞ്ചായത്തിനെതിരെ അഴിമതി ആരോപിച്ച് ചില സംഘടനകൾ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുള്ള ആരോപണമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാജാക്കാട് പഞ്ചായത്തിനെതിരെ അഴിമതി ആരോപിച്ച് ചില സംഘടനകൾ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുള്ള ആരോപണമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിനെതിരെ ചില ചെറിയ കുപ്രചരണങ്ങൾ വന്നതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇവിടെ വിളിച്ചു ചേർത്തത്. രാജാക്കാട് പഞ്ചായത്തിന് സമസ്ത മേഖലകളിലും നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. വിവിധ സർക്കാരുകളുടെ വിവിധ ഫണ്ടുകളും അതുപോലെ MLA-യുടെ ഫണ്ടും ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ രാജാക്കാട് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. MLA-യുടെ വികസന ഫണ്ടായ ബഡ്ജറ്റ് ഫണ്ടിൽ നിന്നും നമുക്ക് നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് 5 കോടി രൂപ അനുവദിച്ച് കിട്ടി. അത് എല്ലാ സാങ്കേതിക TS ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയത് മുഖാന്തരമാണ് നമ്മളത് പണി ആരംഭിച്ചത്.
പഞ്ചായത്തിന്റെ ഭരണം തികച്ചും സുതാര്യമാണ്. വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടങ്ങൾക്ക് നമ്പർ കൊടുത്തതിൽ അഴിമതിയൊന്നുമില്ല. വാഹനത്തിന്റെ കാര്യത്തിലും പഴയ പഞ്ചായത്ത് കെട്ടിടം പൊളിച്ചതിലും ആവശ്യമായ നിയമസാധുത ഉറപ്പാക്കിയിട്ടുണ്ട്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിലും പഞ്ചായത്ത് ഭരണസമിതി അലംഭാവം കാട്ടിയിട്ടില്ല. വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മതിയായ പരിശോധനകൾ നടത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. മറിച്ചുള്ള പ്രചരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഏത് ഏജൻസിയും അന്വേഷണം നടത്തുന്നതിനെ ഭരണസമിതി സ്വാഗതം ചെയ്യുന്നതായും പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പ്രസിഡന്റ് നിഷ രതീഷ്, വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ്, ഭരണസമിതി അംഗങ്ങളായ KP സുബീഷ്, ബിജി സന്തോഷ്, CR രാജു, വീണ അനൂപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. മാങ്കുളം ടൗണിന് സമീപം ക്ഷീരവികസന വകുപ്പിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. ഇന്ന് രാവിലെയായിരുന്നു അപകടം നടന്നത്. വാഹനം പാതയോരത്ത് നിന്നും താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവർ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ക്ഷീരവികസന വകുപ്പിന്റെ മൊബൈൽ ക്വാളിറ്റി കൺട്രോൾ ലാബ് വാഹനമാണ് ഇന്ന് രാവിലെ മാങ്കുളം ടൗണിന് സമീപം അപകടത്തിൽപ്പെട്ടത്. വാഹനം മാങ്കുളത്തേക്ക് വരുന്നതിനിടയിൽ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് പാതയോരത്തെ താഴ്ചയിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. വാഹനത്തിൽ 3 പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. ഇവർ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ചെറിയ പരിക്ക് സംഭവിച്ചവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ക്ഷീരവികസന വകുപ്പിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് സമീപവാസികൾ ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. തലകീഴായി മറിഞ്ഞ വാഹനം നിവർത്തി. സിറ്റി വിഷൻ, അടിമാലി. ഇനിയൊരു ഇടവേള. സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പേ, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തകളിലേക്ക്.
ഹൈറേഞ്ചിൽ ഇത് കാപ്പി പൂക്കുന്ന കാലമാണ്. നേരെ പുലരുമ്പോഴായിരിക്കും കാപ്പിച്ചെടിയാകെ വെള്ളപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുക. തണുത്ത കാറ്റിൽ കാപ്പിപ്പൂമണം ഒഴുകിയെത്തും. വർഷത്തിൽ ഒരിക്കലേ കാപ്പി പൂക്കൂ. ഇത്രമേൽ സംഘടിതമായി പൂക്കുന്ന ചെടികൾ വിരളമാണെന്ന് പഴമക്കാർ പറയുന്നു. മകരത്തിൽ മഞ്ഞു പെയ്യുമ്പോഴോ ശേഷം പുതുമഴ പെയ്തിറങ്ങുമ്പോഴോ ആണ് വെണ്മയുടെ പൂർണ്ണ തേജസ്സോടെ കാപ്പിച്ചെടികൾ പൂവിടുന്നത്. മെറൂൺ നിറത്തിലുള്ള കുഞ്ഞുമുട്ടുകൾ കാപ്പിച്ചെടിയാകെ നിറയുന്നത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാറില്ല. മൊട്ടിട്ടാൽ 1-2 ദിവസത്തിനുള്ളിൽ പൂക്കൾ ഒന്നാകെ വിരിയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാപ്പിപ്പൂമണവും വെളുപ്പും പടർന്ന പ്രഭാതങ്ങൾ ഹൈറേഞ്ചിലെ ഒട്ടുമിക്കയിടങ്ങളിലും അനുഭവവേദ്യമാണ്. വേനൽ മഴയുടെയും മഞ്ഞിന്റെയും തോതനുസരിച്ചാണ് കാപ്പിച്ചെടികൾ പൂക്കുന്നത്. പുതുമഴ പെയ്തു കുതിർന്ന മണ്ണിന്റെ മണവും കാപ്പിപ്പൂക്കളുടെ ഗന്ധവും ചേർന്ന പുലരികളെ മത്തുപിടിപ്പിക്കും. പാലപ്പൂവിൻ്റേതുപോലെ തന്നെ മത്തുപിടിപ്പിക്കുന്ന ഒരുതര ഗന്ധമാണ് കാപ്പിപ്പൂവിൻ്റേതും. 2-3 ദിവസം മാത്രമാണ് പൂവിന് ആയുസ്. വിരിയുന്ന അന്നു മാത്രമേ വെണ്മയുടെ പൂർണ്ണ തേജസ് പൂക്കൾക്കുണ്ടാകൂ. 2-ാം ദിവസമാകുമ്പോഴേക്കും വാട്ടം തട്ടും. 4-5 ദിവസം കൊണ്ട് കരിഞ്ഞുണങ്ങിപ്പോകും. കാപ്പി പൂത്ത് കരിഞ്ഞുണങ്ങിയാലേ ആ വർഷം നല്ല വിളവുണ്ടാകൂ എന്ന് പഴമക്കാർ പറയുന്നു. കാപ്പി പൂത്തു നിൽക്കുമ്പോൾ മഴ പെയ്യുന്നത് കൃഷിക്ക് നന്നല്ല. മഴ പെയ്ത് വെള്ളമിറങ്ങിയാൽ പൂക്കൾ നശിക്കും. ഇത് വിളവ് കുറയാൻ ഇടവരുത്തും. മാർച്ച്-ഏപ്രിൽ മാസത്തോടെ മുഴുവൻ കാപ്പിയും പൂവിട്ട് കഴിയും. പിന്നീട് ആർത്തലച്ച് പെയ്യുന്ന മഴയ്ക്കൊപ്പം കാപ്പിക്കുരു വളരാൻ തുടങ്ങും. ഓരോ ഇടത്തും വർഷത്തിൽ 2-3 ദിവസം മാത്രമേ കാപ്പിപ്പൂവിന്റെ മാദകഗന്ധം നിറഞ്ഞ പുലരികൾ ഉണ്ടാകൂ. ആ പുലരികളിലെ സുഗന്ധം അടുത്ത പൂക്കാലം വരെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. സിറ്റി വിഷൻ, അടിമാലി. ചാവറ CMI സ്പെഷ്യൽ സ്കൂളിന്റെ 12ാമത് വാർഷികവും രക്ഷാകർതൃ യോഗവും നടന്നു. ഫാദർ സന്തോഷ് മാത്തൻകുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഭിനേത്രി കുമാരി ദേവനന്ദ ഉദ്ഘാടനം ചെയ്തു. ചാവറ CMI സ്പെഷ്യൽ സ്കൂളിന്റെ 12ാമത് വാർഷികവും രക്ഷാകർതൃ യോഗവും ഇല്ലുമിന 2K25 നടന്നു. ഫാദർ സന്തോഷ് മാത്തൻകുന്നൽ അധ്യക്ഷത വഹിച്ച യോഗത്തിലേക്ക് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ പ്രിൻസ് ജോയ് ഏവർക്ക് സ്വാഗതം ആശംസിച്ചു. അഭിനേത്രി കുമാരി ദേവനന്ദ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വികാസ് യോജന സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ലിജോ കെ ജോസഫ് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ഫാദർ മാർട്ടിൻ മള്ളാത്ത് മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. ഫ്ലവേഴ്സ് വോയിസ് ഓഫ് കേരള ഫെയിം ശ്രീ അരുൺ അനിരുദ്ധൻ സ്പെഷ്യൽ പെർഫോമൻസ് നടത്തുകയും അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജെയ്മോൾ ജോൺസൺ, ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ജേക്കബ്, അയ്യപ്പൻകോവിൽ വൈസ് പ്രസിഡന്റ് മനു ജോൺ എന്നിവർ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ചാവറഗിരി ആർട്സിൻ്റെയും അതിഗംഭീരമായ കലാസന്ധ്യയും ഉണ്ടായിരുന്നു. പ്രസ്തുത യോഗത്തിൽ PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ആൻസി സെബാസ്റ്റ്യൻ കൃതജ്ഞത അറിയിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. ബൈസൺവാലി പഞ്ചായത്തിലെ ടീ കമ്പനിയിൽ മൃഗാശുപത്രിക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത്. പ്രദേശത്ത് മിനി MCF സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നുവെങ്കിൽ അത് അംഗീകരിക്കാനാവില്ലെന്നും കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ പറഞ്ഞു. ബൈസൺവാലി പഞ്ചായത്തിലെ ടീ കമ്പനിയിൽ മൃഗാശുപത്രിക്ക് സമീപം ജനവാസ മേഖലയിൽ പാതയോരത്താണ് പഞ്ചായത്ത് വലിയ തോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം കൂട്ടിയിട്ടിട്ടുള്ളത്. ചെറിയ തോതിൽ മാലിന്യം ശേഖരിച്ച് ഇപ്പോൾ മാലിന്യത്തിന്റെ അളവ് വലിയ തോതിലായിട്ടുണ്ട്. ഇതാണ് പ്രദേശവാസികൾക്ക് തലവേദനയായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഇടപെടൽ നടത്തിയിട്ടുള്ളത്. കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് മിനി MACF സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നുവെങ്കിൽ അത് അംഗീകരിക്കാനാകില്ലെന്നും മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു. ബൈസൺവാലി പഞ്ചായത്തിലെ ടീ കമ്പനിയിൽ മൃഗാശുപത്രിക്ക് സമീപം ജനവാസ മേഖലയിൽ സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് ഗണപതി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ടീ കമ്പനി തോടുകൂടി ചേരുന്ന സ്ഥലത്ത് പഞ്ചായത്തിലെ ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് MCF നിർമ്മിക്കുവാനുള്ള നീക്കം പഞ്ചായത്ത് ഭരണസമിതി അവസാനിപ്പിക്കണം. ഈ നിർമ്മാണം ഇവിടെ നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതി ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ അതിനെതിരെ ശക്തമായ സമരപരിപാടിയുമായി കോൺഗ്രസ് രംഗത്തുണ്ടാവും. ഒരു കാരണവശാലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് നിർമ്മിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. മാലിന്യം നീക്കം ചെയ്യണമെന്ന ആവശ്യത്തോട് പഞ്ചായത്ത് മുഖം തിരിക്കുന്നുവെന്നാണ് സമീപവാസികളുടെ ആക്ഷേപം. ഈ മേഖലയിൽ നിരവധിയായ കുടുംബങ്ങൾ താമസക്കാരായി ഉണ്ട്.
ഇടയ്ക്ക് മാലിന്യക്കൂനയിൽ തീ പടർന്നതായും രൂക്ഷമായ പുകയും ദുർഗന്ധവും പടർന്നതോടെ കുഞ്ഞുകുട്ടികളടക്കം വീടുകളിൽ പ്രയാസം അനുഭവിച്ചതായും പരാതി ഉയരുന്നു. വേനൽക്കാലമായതിനാൽ ആരെങ്കിലും മാലിന്യത്തിൽ തീ പടർത്തിയാൽ അത് വലിയ പ്രതിസന്ധിയാകും. മഴ പെയ്യുന്നതോടെ ഈ മാലിന്യം സമീപത്തെ തോട്ടിലേക്ക് ഒഴുകിച്ചാടുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ആക്ഷേപമുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. കോൺഗ്രസിൽ നിന്നുള്ള അംഗം മാർഷ് പീറ്ററിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 11 വോട്ടും LDFന് 8 വോട്ടും ലഭിച്ചു. 21 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 11, LDFന് 8 എന്നിങ്ങനെയാണ് അംഗബലം. കഴിഞ്ഞ 25-നാണ് LDFിൽ നിന്ന് കൂറുമാറി കോൺഗ്രസിലെത്തി മൂന്നാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ വി ബാലചന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയത്. ഇതേ തുടർന്നാണ് ഇന്ന് പഞ്ചായത്തിൽ വീണ്ടും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു. കോൺഗ്രസിൽ നിന്നുള്ള അംഗം മാർഷ് പീറ്ററിനെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പഞ്ചായത്തിലെ 9ാം വാർഡിൽ നിന്നുള്ള അംഗമാണ് മാർഷ് പീറ്റർ. മുമ്പ് 2021-ൽ 1 വർഷം മാർഷ് പീറ്റർ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 11 വോട്ടും LDFന് 8 വോട്ടും ലഭിച്ചു. D ഗണേശനായിരുന്നു LDFിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. നിലവിൽ കോൺഗ്രസാണ് മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത്. 21 അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് 11, LDFന് 8 എന്നിങ്ങനെയാണ് അംഗബലം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാർ പഞ്ചായത്തിൽ 4 പേരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയത്. കോൺഗ്രസിൽ നിന്നും LDFിനൊപ്പം ചേർന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന R പ്രവീണ, M രാജേന്ദ്രൻ, CPIയിൽ നിന്നും കോൺഗ്രസിലെത്തിയ തങ്കമുടി, CPMൽ നിന്നും കോൺഗ്രസിലെത്തി വൈസ് പ്രസിഡന്റായ ബാലചന്ദ്രൻ എന്നിവരാണ് അയോഗ്യരായത്. രാവിലെ 11-ന് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഭരണാധികാരിയായി. സിറ്റി വിഷൻ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽ മഴയെ തുടർന്നുണ്ടായ കൊടുങ്കാറ്റിൽ രാജാക്കാട് പഞ്ചായത്തിലെ പന്നിയാർകുട്ടിയിൽ വ്യാപക നാശനഷ്ടം. ജനവാസ മേഖലയിൽ കൊക്കോമരത്തിൽ കയറി കൂടിയ രാജവെമ്പാലയെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു. മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ
ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്ബെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.